ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. മാമ്പഴത്തിൻ്റെ സീസൺ കഴിയാറായി. അപ്പം കഴിയുന്നതിന് മുന്നേ നമുക്ക് വളരെ ടേസ്റ്റിയും വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് സ്വാദിഷ്ടമായ ഒരു മാംഗോ ലഡു തയ്യാറാക്കിയാലോ? വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. സോ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. സോ റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനൊരു നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് മാമ്പഴമാണ്. അപ്പം ഞാനിവിടെ 2 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ മാമ്പഴമാണെങ്കിൽ ഒറ്റെണ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ നാളികേരം നന്നായിട്ടൊന്ന് പൊട്ടിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുമോ അല്ലെങ്കിൽ പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ ബ്രൗൺ തൊണ്ടൊന്ന് കളഞ്ഞതിന് ശേഷം മിക്സി ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വൈറ്റ് പാർട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാമ്പഴത്തിൻ്റെ തൊണ്ടെല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സോ നന്നായിട്ടൊന്ന് പീൽ ഔട്ട് ചെയ്തെടുക്കാം കേട്ടോ. മാമ്പഴം നന്നായിട്ട് തൊണ്ടെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഞാനിവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഒരു ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് ക്യൂബ്സ് ആക്കി എടുക്കാം. നമ്മൾ മിക്സി ജാറിലോട്ട് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇച്ചിരി വലിപ്പം കൂടുതലായിട്ട് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്ന മാമ്പഴം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരം ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമുക്ക് ഈ നാളികേരം മുഴുവനോടെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നാളികേരം ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രഷ് ചെയ്ത് കൊണ്ടുവരാം. വെള്ളം ആഡ് ചെയ്യാണ്ട് തന്നെ നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്ത് കൊണ്ടുവരാം. അധികം ഒന്നും പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രഷ് ആയി കിട്ടിയാൽ മതി കേട്ടോ. ക്രഷ് ചെയ്ത നാളികേരം നമുക്കൊരു പാനിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് നിങ്ങൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് അതായത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമ്മളിത് ഫ്രഷ് ആയിട്ടൊന്ന് ആയതുകൊണ്ട് ഒരു 5 to 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിം വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ നാളികേരം നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു പാനിൽ നിന്ന് വിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് മൂവ് ചെയ്യും. ആ ഒരു പരുവത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു മിക്സി ജാറിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. നന്നായിട്ട് മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാതെ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇച്ചിരി മധുരത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഏലക്കായ ഇതുപോലെ ഒന്ന് ആ ഒരു തൊണ്ട് റിമൂവ് ചെയ്ത് സീഡ്സ് മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്യൂരി ആക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നോക്കിക്കോളൂ, നന്ന സ്മൂത്ത് ടെക്സ്ചറിലാണ് നമ്മൾ ഇത് ഒന്ന് ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. നമ്മുടെ നാളികേരം ജസ്റ്റ് നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ടല്ലോ. നമ്മൾ ഓൾറെഡി സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മാമ്പഴത്തിൻ്റെ പേസ്റ്റ് നമുക്ക് ഈ ഒരു നാളികേരത്തിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാമ്പഴവും നാളികേരം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈ തോരാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു തിക്ക് കൺസിസ്റ്റൻസി പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നിടം വരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് കുക്ക് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് തീർച്ചയായിട്ടും ഓപ്ഷനിലാണ്. ഒരു ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പാലിൻ്റെ ആ ഒരു ടേസ്റ്റും അത് നമ്മുടെ മിൽക്ക് പൗഡറിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു മാംഗോ ലഡുവിന്. സോ അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാനിൽ നിന്ന് വിട്ട് ഒരു ബോളിൻ്റെ രൂപത്തിലാവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് കൂട്ടി ഒരുമിച്ച് വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നല്ല സൂപ്പർ പെർഫെക്റ്റ് ടെക്സ്ചറിലോട്ട് ഇത് മാറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് ആക്കുമ്പോഴത്തേക്കിന് പാനിൽ നിന്ന് വിട്ട് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് മൂവ് ഓൺ ആവുന്നുണ്ട്. സോ ഈ ഒരു പരുവമാണ് നമ്മുടെ ലഡുവിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ കൈമേ പിടിച്ചിട്ട് ലഡു ഉരുട്ടുന്ന പാകത്തിനുള്ള ചൂടായതിന് ശേഷം നമുക്ക് ഇത് ലഡു ആക്കി ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ലഡു ആണ് ആവശ്യമുള്ളത് അത്രയും മിക്സ് എടുക്കാം. അതിനുശേഷം ലഡു ആയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നല്ല നെയ്യോ ഒരു ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് ബോളായിട്ട് തന്നെ ഉരുട്ടി വരും. നോക്കിക്കോളൂ, നല്ല സ്മൂത്ത് ലഡു ആയിട്ട് നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലഡു നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലോട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് മുന്നേ റോസ്റ്റ് ചെയ്ത് മാമ്പഴത്തിലോട്ട് ആഡ് ചെയ്ത ആ കോക്കനട്ടിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഒരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഒരു ലഡുവിലോട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ കോട്ട് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഓരോ ലഡു തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു നാളികേരത്തിലോട്ട് കോട്ട് ചെയ്തതിന് ശേഷം പ്ലേറ്റിലോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം.
ലഡൂസ് എല്ലാം ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും ബാദാമും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാഷ്യൂ നട്ട്സും ബാദാമും നട്ട്സ് എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ലഡുവിൻ്റെ മേലെ കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. കാണാനൊരു ഭംഗിയും കാണും, കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് ഫീലും കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ വായിലിട്ട അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ മാംഗോ ലഡു ഇവിടെ തയ്യാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നത് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.